എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സ് വെച്ചിട്ടുള്ള ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും രാവിലെ എളുപ്പത്തിന് ഒന്നുകിൽ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെയാണല്ലോ ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കാം. നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഓട്സാണ്. അതിൻ്റെ കൂടെ 3 മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും ഒരു തക്കാളിയും ഒരു വലിയ സബോളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിക്കാം. വളരെ ഫൈനായിട്ടൊന്നും വേണ്ട, ഒരു ചെറിയൊരു തരിതരിപ്പോടെയുള്ള പൊടിയായിട്ടെടുത്താൽ മതി. ഇതേപോലെ ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പൊടിച്ച ഓട്സ് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഓട്സ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നില്ലേ, ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതും മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഓട്സിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെജിറ്റബിൾസ്, അതൊക്കെ നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും പിന്നെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാബേജോ അങ്ങനെ വേറെ എന്ത്, ചീര, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ചേർക്കാം. ഇന്ന സാധനം മാത്രമേ ചേർക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഓട്സിൻ്റെ കൂടെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കതിൽ വെള്ളം പോരാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്കത് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ഈ ദോശയിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് 1 2 എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 പേർക്കുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 മുട്ട എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക്, ആ മുട്ടയിലേക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി ഉപ്പ് നമ്മൾ ദോശമാവിൽ ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുത്ത ആ മുട്ട നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓട്സിൻ്റെ ദോശമാവിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശരിക്കും ഈ ഓട്സ് ദോശയിൽ മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ വെറുതെ ഓട്സ് പൊടിച്ചിട്ട്
അതുകൊണ്ട് ദോശ ഉണ്ടാക്കാം. പക്ഷേ മുട്ട ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പം ഈ മുട്ട ചേർത്തിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മുട്ടയും ദോശ ബാറ്ററും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദോശ മാവ് ഇവിടെ റെഡിയായി. പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് അത് സാധാരണ പോലെ തന്നെ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ദോശയുടെ കട്ടിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മാവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെക്കണം കുറച്ച് നേരത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ഒരു സിമ്മിലുമല്ല മീഡിയത്തിലും അല്ലാത്ത രീതിയിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു സൈഡായി കഴിയുമ്പോൾ അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഓട്സ് ദോശ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 2 സൈഡിലും കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ദോശ കാണാൻ തന്നെ കണ്ടോ നല്ല ഭംഗിയില്ലേ. അതേപോലെ നമ്മൾ മുട്ട ചേർത്തേക്കുന്നതായതുകൊണ്ട് അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ദോശയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇത് സാധാരണ ദോശ പോലെയല്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് നല്ല ടേസ്റ്റുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ദോശയുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ചട്നി തന്നെയാണ് കേട്ടോ നല്ലത്. അത് പിന്നെ സാധാരണ പിന്നെ അരിയുടെ ദോശയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ള ചട്നി, അതായത് തേങ്ങയും പീനട്ടും കൂടെ വെച്ചിട്ടുള്ള ചട്നി, അതാണ് ഇതിന് കോമ്പിനേഷൻ. അപ്പം ആ ചട്നിയുടെ റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴേലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്ട് ദോശ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിനും കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഓട്സ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കുമല്ലോ, അപ്പം ഇതുപോലെ ദോശയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കും അതിഷ്ടാവും.